ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലുള്ള അർബീലിൽ അർദ്ധരാത്രിയെ നടുക്കി വീണ്ടും വൻ ഡ്രോൺ ആക്രമണങ്ങളും അഗ്നിബാധയും. ഇറാന്റെ പിന്തുണയില്ലാത്തതും അമേരിക്കൻ അനുകൂല നിലപാടുള്ളതുമായ ഇറാനിയൻ കുർദിഷ് പ്രതിപക്ഷ ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ട് നടന്ന ഈ സ്ഫോടന പരമ്പരകൾ പശ്ചിമേഷ്യൻ മേഖലയെ വൻ യുദ്ധഭീതിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. അൽ ജസീറയും പ്രാദേശിക മാധ്യമങ്ങളും പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അർബിയൽ പ്രവിശ്യയിലെ സോറാൻ ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ ആസ്ഥാനങ്ങളെ ലക്ഷ്യമാക്കിയാണ് ചാവേർ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അർബിലിന്റെ കിഴക്കൻ മേഖലകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തുടരെ ഉണ്ടായ ശക്തമായ സ്ഫോടനങ്ങൾ നഗരത്തെ ഭീതിയിലാഴ്ത്തി. വൻ തീജ്വാലകളും പുകയും ആകാശത്തേക്ക് ഉയർന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. മേഖലയിൽ പ്രവർത്തിക്കുന്ന കൊമല പാർട്ടി, PJAK എന്നീ ഇറാനിയൻ കുർദിഷ് വിമത ഗ്രൂപ്പുകളുടെ പ്രധാന ക്യാമ്പുകൾക്കും ആസ്ഥാനങ്ങൾക്കും നേരെയാണ് ആക്രമണം കേന്ദ്രീകരിച്ചത്. ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അമേരിക്കൻ ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് ഫെസിലിറ്റിയെ ലക്ഷ്യമിട്ട് സമാനമായ രീതിയിൽ ഡ്രോൺ ആക്രമണം നടന്ന് കൃത്യം 24 മണിക്കൂർ തികയുന്നതിന് മുൻപാണ് അർബീലിലും സ്ഫോടന പരമ്പരകൾ അരങ്ങേറിയത്. ഇറാഖിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായി വിദേശ ശക്തികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന പ്രാദേശിക ഗ്രൂപ്പുകൾക്കും നേരെയുണ്ടാകുന്ന ഇത്തരം സൈനിക നീക്കങ്ങൾ പോരാട്ടം ഇറാഖി മണ്ണിലേക്ക് പൂർണ്ണമായും വ്യാപിക്കുന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. ആക്രമണത്തിന്റെ ആഘാതത്തിൽ കൊമല പാർട്ടിയുടെയും PJAKയുടെയും കേന്ദ്രങ്ങൾക്ക് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കെട്ടിടങ്ങൾക്കും ആയുധശേഖരങ്ങൾക്കും തീപിടിച്ചാണ് സ്ഫോടനത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത്. തന്ത്രപ്രധാനമായ ആസ്ഥാനങ്ങൾ പൂർണ്ണമായും തകർന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സോറാൻ ജില്ലയിൽ നടന്ന ആക്രമണം കേവലം ഒരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് ഇറാഖിലെ കുർദിസ്ഥാൻ സ്വയംഭരണ മേഖലയെ പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുന്ന നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമാണ്. വടക്കൻ ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇറാനിയൻ കുർദിഷ് വിമതർ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇറാൻ കാലങ്ങളായി വാദിക്കുന്നുണ്ട്. ഇറാഖിലെ അമേരിക്കൻ സാന്നിധ്യത്തെയും അതിനെ പിന്തുണയ്ക്കുന്ന വിദേശ ദൗത്യങ്ങളെയും പൂർണ്ണമായും അട്ടിമറിക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യമാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളത്. ബാഗ്ദാദിലെ അമേരിക്കൻ ഡിപ്ലോമാറ്റിക് കേന്ദ്രത്തിന് നേരെ തലേ ദിവസം നടന്ന ആക്രമണം വാഷിംഗ്ടണിന് നൽകിയ നേരിട്ടുള്ള മുന്നറിയിപ്പായിരുന്നു. സ്ഫോടനങ്ങൾക്ക് പിന്നാലെ അർബീലിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യോമാക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വ്യോമപാതകളിൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും തന്ത്രപ്രധാന മേഖലകളിലേക്ക് കൂടുതൽ ഇറാഖി സുരക്ഷാ സേനയെ വിന്യസിക്കുകയും ചെയ്തു. തുടർച്ചയായി ഉണ്ടാകുന്ന സൈനിക പ്രകോപനങ്ങൾ ഇറാഖ് ഭരണകൂടത്തിനുണ്ടാക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദം വളരെ വലുതാണ്. സ്വന്തം രാജ്യത്തിന്റെ മണ്ണിൽ വിദേശ രാജ്യങ്ങളുടെ സഖ്യസേനകളും എതിരാളികളും നടത്തുന്ന പ്രോക്സി യുദ്ധങ്ങൾ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ചാവേർ ഡ്രോണുകളുടെ കൃത്യതയും സാങ്കേതിക തികവും പ്രതിരോധ വിദഗ്ധരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് അതീവ താഴ്ന്നു പറന്ന് ലക്ഷ്യസ്ഥാനങ്ങളിൽ ബോംബ് വർഷിക്കാൻ പ്രാപ്തിയുള്ള അത്യാധുനിക ഡ്രോണുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള താവളങ്ങൾക്കും നയതന്ത്ര കാര്യാലയങ്ങൾക്കും നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ വാഷിംഗ്ടണിന്റെ വിദേശ നയത്തിന് വലിയ തിരിച്ചടിയാണ്. വാഷിംഗ്ടൺ എത്രയൊക്കെ സൈനിക പ്രതിരോധം ശക്തമാക്കിയാലും ഇത്തരം നിഴൽ യുദ്ധങ്ങളെ ചെറുക്കുക എന്നത് എളുപ്പമല്ലെന്ന് അർബീലിലെ സംഭവങ്ങൾ തെളിയിക്കുന്നു. ഇറാനിയൻ കുർദിഷ് പ്രതിപക്ഷ സംഘടനകളായ കൊമലയും PJAKയും വർഷങ്ങളായി ഇറാഖിലെ കുർദിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും പരോക്ഷ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന ആരോപണം ശക്തമാണ്. ഈ ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. സിറിയയിലും യമനിലും ഇറാഖിലും ഒരുപോലെ പുകയുന്ന സംഘർഷങ്ങൾ ഒറ്റ വലിയ ആഗോള യുദ്ധത്തിലേക്ക് വഴിവെക്കുമോ എന്ന ഭീതി ശക്തമാണ്. തീപിടുത്തത്തെ തുടർന്ന് കനത്ത നാശനഷ്ടമുണ്ടായ സോറാൻ ജില്ലയിൽ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ മണിക്കൂറുകളോളം പ്രയത്നിച്ചാണ് തീയണച്ചത്. വൻ സ്ഫോടന പരമ്പരകൾ കാരണം സമീപത്തുള്ള ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കൻ നയതന്ത്ര കേന്ദ്രത്തിന് നേരെയും പിന്നാലെ കുർദിഷ് ക്യാമ്പുകൾക്ക് നേരെയും നടന്ന ആക്രമണങ്ങളിൽ തങ്ങളുടെ പങ്കിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ഇറാൻ അനുകൂല പ്രതിരോധ ഗ്രൂപ്പുകളുടെ സോഷ്യൽ മീഡിയ ചാനലുകളിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വലിയ ആഘോഷത്തോടെയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്.
യുദ്ധഭീതിയുടെ നിഴലിൽ കഴിയുന്ന ഇറാഖിൽ കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന ഈ ആവശ്യവും ശക്തമാകുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ അന്താരാഷ്ട്ര ചട്ടങ്ങൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും അതിർത്തികൾ കടന്നുള്ള ഈ ആക്രമണ പരമ്പരകൾ നിലയ്ക്കാത്തത് പശ്ചിമേഷ്യയെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് തള്ളിയിടുന്നു.